Hello, welcome back to our channel. Gas stove, air fryer, oven. For baking ഏതാണ് ബെസ്റ്റ് എൻ്റെ അനുഭവത്തിൽ? അപ്പോൾ അതാണെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. റിസൾട്ട് എന്തായാലും നമ്മൾ ലാസ്റ്റ് പറയാം. ആദ്യത്തെ ഞാൻ ഗ്യാസ് സ്റ്റൗവിലാണ് വെച്ചിട്ടുള്ളത്. ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇനി ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും ഒരു വീഡിയോ എടുത്തിടുന്നതാണ്, വിശദമായിട്ടുള്ള വീഡിയോ. ഓവൻ ഞാൻ ആദ്യം തന്നെ ഒരു 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യുന്നുണ്ട്. എയർ ഫ്രയർ ആണെങ്കിൽ നമ്മളൊരു 5 മിനിറ്റാണ് പ്രീ ഹീറ്റ് ചെയ്യുന്നത്. 160 ഡിഗ്രിയിലാണ് പ്രീ ഹീറ്റ് ചെയ്യുന്നത്. ഓവനിൽ 180 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ നല്ലോണം ബേക്കായി കിട്ടിയിട്ടുണ്ട്. എയർ ഫ്രയറിൽ നമുക്ക് 160 ഡിഗ്രിയിൽ ഒരു 15 to 18 മിനിറ്റ്സ് കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബാറ്റർ റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, വീഡിയോ ഇടാം. അങ്ങനെ ഇപ്പം നമ്മളുടെ 3 കേക്കും ബേക്കായി വന്നിട്ട്. ഞാൻ എപ്പോഴും ഗ്യാസ് സ്റ്റൗവിൽ തന്നെയാണ് ബേക്ക് ചെയ്യാറ്. ഇപ്പം നമ്മൾ ഒരുപാട് കാലമായിട്ട് ശീലിച്ച് വരുന്നത്, ആ ശീലങ്ങൾ മാറ്റാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ഗ്യാസ് സ്റ്റൗവിൽ ബേക്ക് ചെയ്യാനാണ്. നിങ്ങളോ? ഇങ്ങനെ ആരെങ്കിലും ശീലം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് ആലിയ ഭട്ടിനെ മിൽക്ക് കേക്ക് ഉണ്ടാക്കാം. ഒരു തട്ടിക്കൂട്ട് മിൽക്ക് കേക്ക്. ഇതിന് ഞാൻ 6 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. 1/4 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഒരു കണ്ടൻസ്ഡ് മിൽക്ക് 1 ടീം മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് 3ഉം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അത് തന്നെ എന്ത് ടേസ്റ്റാല്ലേ. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും എൻ്റെ ചുറ്റും നിൽക്കും, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കും. പക്ഷേ ഇന്ന് എടുക്കുമ്പോൾ ആരുമില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു രസമില്ലായിരുന്നു ഉണ്ടാക്കാൻ വേണ്ടി. മറ്റേത് നമ്മൾ പിന്നാലെ കുറേ കുട്ടിപ്പട്ടാളം ഉണ്ടാവും. 3ഉം ഇപ്പം നല്ല സോഫ്റ്റാണ്. ഓവനിലാവുമ്പോൾ നമ്മൾക്ക് എളുപ്പമാണ്. ബേക്കിംഗ് ട്രേ എടുക്കുക, ജസ്റ്റ് അതിലേക്കൊന്ന് വെക്കുക. എയർ ഫ്രയർ ആകുമ്പോൾ കുറച്ചും കൂടെ നമ്മൾക്ക് ഹാൻഡി ആയിട്ടുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. 3ഉം ടേസ്റ്റ് വൈസ്, ടെക്സ്ചർ വൈസ് വലിയ വ്യത്യാസമില്ലായിരുന്നു. എല്ലാം ഏകദേശം ഒരുപോലൊക്കെ തന്നെയായിരുന്നു. കുറച്ചുകൂടെ പണി എളുപ്പമാക്കുന്നത് എയർ ഫ്രയർ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ച് സമയവും അത് മാത്രമല്ല, പെട്ടെന്ന് നമ്മൾക്ക് എപ്പോഴും എടുക്കാനും വെക്കാനൊക്കെ നല്ല സുഖം എയർ ഫ്രയർ ആണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു എയർ ഫ്രയറിൽ 1 kg ഒന്നും ബേക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതാണ് എനിക്കൊരു ഡീമെറിറ്റായിട്ട് ഫീൽ ചെയ്തത്. അപ്പം നമ്മൾ മിൽക്ക് കേക്കിലേക്ക് തന്നെ തിരിച്ചു വരാം. നമ്മൾ കേക്കിൽ ഈ മിൽക്ക് മിക്സ് നന്നായിട്ട് സോക്ക് ചെയ്യുക കേട്ടോ. നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുക, നല്ലോണം ബീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേക്കിൻ്റെ മേലിലേക്കായിട്ട്. കുറച്ച് സ്ട്രോബെറീസൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ, പണി കഴിഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് കേക്കിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.